അപ്പൊ ഇന്ന് നമ്മളൊരു അടിപൊളി തേങ്ങാച്ചോറിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. ഇതേപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം തേങ്ങാച്ചോറ് ഉണ്ടാക്കി നോക്കി, എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ നല്ല കാടമുട്ട റോസ്റ്റും കൂടെ കൂട്ടിയിട്ടാണ് ഇത് കഴിച്ചത്. സംഭവം ഒരു രക്ഷ ഉണ്ടായില്ല. ലെറ്റ്സ് ഗോ. അപ്പൊ ആദ്യം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് ഇതേപോലെ കത്രി കൊണ്ട് മുറിച്ചിട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 10-15 കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പിലും കുറവ് ഷ്രെഡഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഏകദേശം 5 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. എല്ലാം ഇളക്കി ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അരി വേവിക്കാനുള്ള 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി 1 കപ്പ് സാധാ ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് മല്ലിയിലയും ചെറിയ കഷ്ണം നാരങ്ങയുടെ നീരും ഇട്ടിളക്കി റൈസ് ഇതേപോലെ ഒന്ന് വെന്ത് പൊങ്ങി കഴിയുമ്പോൾ അടച്ചു വെച്ച് സ്റ്റവ് ഓഫ് ചെയ്ത് 3/4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ അടിപൊളി തേങ്ങാച്ചോറ് റെഡി. ഈ തേങ്ങാച്ചോറ് ശരിക്കും നല്ല ബീഫ് കറിയുടെ കൂടെ ആണ് കഴിക്കേണ്ടത്. ഞാൻ പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നല്ല കാടമുട്ട റോസ്റ്റും കൂടെ കൂട്ടിയിട്ടാണ് കഴിച്ചത്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയണല്ല, സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. എടുത്തോ നമ്മുടെയൊക്കെ ആക്കി അടിപൊളി കേട്ടോ. അപ്പൊ ഈ തേങ്ങയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റെസിപ്പി എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമന്റിൽ കേട്ടോ. അപ്പൊ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.